സ്റ്റാൻഡേർഡിലെ മാത്സിൻ്റെ സെക്കൻഡ് ചാപ്റ്ററാണ് ലീനിയർ ഇക്വേഷൻസ് ഇൻ വൺ വേരിയബിൾ. ഈ ചാപ്റ്റർ ഓരോ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ട് നമുക്ക് അത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യനാണ് സോൾവ് 2x - 3 = x+2. സോൾവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതിൽ വേരിയബിൾ ആയതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക എന്നാണ്. അപ്പോൾ ഇവിടെ ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു സൈനിന് ഇപ്പുറവും അപ്പുറവും കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ ഈ ഇക്വേഷൻ സോൾവ് ചെയ്ത് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണമെന്നാണ്. അതിന് നമുക്ക് ആ ഇക്വേഷൻ ആദ്യം ഒന്നിങ്ങോട്ട് എടുത്ത് എഴുതാം. സിമ്പിളാണ്. 2x - 3 = x+2. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഇക്വേഷൻ്റെ അപ്പുറത്തെ സൈഡിലേക്കും ഇപ്പുറത്തെ സൈഡിലേക്കും നമുക്ക് ആളുകളെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊണ്ടുപോകാം. ഒരു കണ്ടീഷനുകളിൽ ഇവിടെ മൈനസ് ചെയ്ത് കിടക്കണമെങ്കിൽ അപ്പുറത്ത് ചെല്ലുമ്പോൾ പ്ലസ് ആവും, ഇവിടെ പ്ലസ് ചെയ്ത് കിടക്കണമെങ്കിൽ ഇപ്പുറത്ത് വരുമ്പോൾ അത് മൈനസ് ആവും. അതേപോലെ തന്നെ മൾട്ടിപ്ലൈ ചെയ്ത് കിടക്കണമെങ്കിൽ അപ്പുറത്ത് ചെല്ലുമ്പോൾ ഡിവൈഡഡ് ആകും, ഡിവൈഡ് ചെയ്ത് കിടക്കണമെങ്കിൽ ഇപ്പുറത്ത് വരുമ്പോൾ മൾട്ടിപ്ലൈഡ് ആവും. അപ്പോൾ സിമ്പിളായിട്ട് നമുക്കിത് ചെയ്യാം. 2x - 3 = x+2. അപ്പം ഞാനിവിടെ ഈ എക്സിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാൻ പോണെയാണ്, ഈ -3യെ അപ്പുറത്തേക്ക് കൊണ്ടുവരികയാണ്. ശ്രദ്ധിക്കുക, എക്സ് അപ്പം ഇവിടെ ഓൾറെഡി ഇവിടെ ഉള്ള ആൾ 2x ഉണ്ട്. അവിടേക്ക് ഈ എക്സ് ഇങ്ങാട് കടന്നു വരാം. ഈ എക്സ് +x ആണ്. +x ഇപ്പുറത്തേക്ക് വരുമ്പോൾ -x ആവും. ഇവിടെ നമുക്ക് പ്ലസ് കണ്ടില്ലെങ്കിലും അതിൻ്റെ മുമ്പിൽ ഒന്നും ഇല്ലെങ്കിൽ അത് പ്ലസ് ആണ്. അപ്പം +x ഇപ്പുറത്തേക്ക് വരുമ്പോൾ -x ആവും. ഇനി ഇവിടെ 2 = 2ൻ്റെ അപ്പുറത്ത് ഇപ്പോൾ 2 ആണുള്ളത്. അവിടേക്ക് 3 കടന്നു വരും. 3 ഇവിടെ -3 ആയിരുന്നു. -3 ഇപ്പുറത്ത് വരുമ്പോൾ +3 ആവും. ഇതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ 2x - 1x ആണ്. സാധാരണ നമ്മൾ 1 ഇടാഞ്ഞിട്ടാണ്. 1 ഇട്ടാലും ഇട്ടില്ലെങ്കിലും ഇതിനർത്ഥം 1x ആണെന്നർത്ഥം. അപ്പോൾ ഇതിങ്ങനെയാണ് മൈനസ് ചെയ്യേണ്ടത്. 2xൽ നിന്ന് 1x കുറച്ചാൽ, ഇപ്പം 2 മാങ്ങയിൽ നിന്ന് 1 മാങ്ങ കുറച്ചാൽ ബാക്കി 1 മാങ്ങ ഉണ്ടാവും. അതേപോലെ 2xൽ നിന്ന് 2xൽ നിന്ന് 1x കുറച്ച് കഴിഞ്ഞാൽ ബാക്കി വെറും 1x ഉണ്ടാവും. വേണമെങ്കിൽ 1x എന്ന് എഴുതാം. അപ്പം 2 ഇപ്പുറത്ത് ആഡ് ചെയ്യുമ്പോൾ 5. 1x എന്ന് എഴുതിയാലും വെറുതെ x എന്ന് എഴുതിയാലും സെയിമാണ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ നമുക്ക് കിട്ടി 5. ഇതാണ് എക്സാമ്പിൾ 1ൻ്റെ സൊല്യൂഷൻ. കുറച്ചുകൂടി കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു പ്രോബ്ലമാണ് ഇവിടെ തന്നിരിക്കുന്നത്. നമുക്ക് ഇത് ഓരോന്നോരോന്നായിട്ട് നമുക്ക് ചെയ്ത് റെഡിയാക്കാം. ക്വസ്റ്റ്യൻ നമുക്ക് എഴുതാം. 5x + 7/2 = 3/2x - 14. അപ്പോൾ ശ്രദ്ധിക്കണം, എക്സ് ഉള്ള ടേമുകൾ വേരിയബിൾ ഉള്ള ഇത് 5x ഉണ്ട്, ഇത് 3/2x ഉണ്ട്. അപ്പോൾ ഈ ടേമിനെ നമുക്ക് അപ്പുറത്തേക്ക് കൊണ്ടുപോകണം. നമ്പർ പാർട്ടിനെ നമുക്ക് ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. അപ്പോൾ ചെയ്യാൻ പോകുന്നത് ഈ ടീമിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നു, ഈ ടീമിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. 5xനടുത്തേക്ക് ഇവിടെ 3/2x ആണ്. ഇത് +x ആണ്, കാരണം ഇതിന് മുമ്പിലെ സൈനാണ് നമ്മൾ നോക്കുന്നത്. പുറകിലെ സൈൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സൈനാണ്. ഇവിടെ സൈനൊന്നും ഇല്ല എന്ന് വിചാരിക്കരുത്, അവിടെ ഒരു സൈൻ ഉണ്ട്, പ്ലസ് സൈനാണ്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ അപ്പുറത്തേക്ക് കൊണ്ടുപോകാൻ പോകണം. അപ്പോൾ 3/2xനെ മൊത്തത്തിൽ നമ്മൾ അപ്പുറത്തേക്ക് കൊണ്ടുപോവുകയാണ്. 3/2x ഇപ്പുറത്ത് വരുമ്പോൾ +3/2x ആണ്, അത് ഇപ്പുറത്ത് വരുമ്പോൾ -3/2x ആകുന്നു. ഈക്വൽ ടു ഇവിടെ ഉള്ളത് -14 ആണ്. അതങ്ങനെ തന്നെ എഴുതണം. മൈനസ് ഇതിൻ്റെയാണ് ഈ മൈനസ്, ഇത് -14 ആണ്. അതിനടുത്തേക്കാണ് നമ്മൾ ഇയാളെ കൊണ്ടുപോകാൻ പോകണം. ഇയാൾ +7/2 ആണ്. അതവിടെ ചെല്ലുമ്പോൾ -7/2 ആകുന്നു. ഓക്കെ, ഇനി നമ്മളിവിടെ ഇതൊരു ഫ്രാക്ഷനാണ്, ഇതൊരു ഫ്രാക്ഷൻ അല്ല. അപ്പം ഒരു ഫ്രാക്ഷൻ ആക്കാനായിട്ട് നമുക്ക് വെറുതെ ഇതിൻ്റെ അടിയിലൊരു /1 എന്ന് ഇടാം.
ഇപ്പോൾ കാഴ്ചയിൽ ഇതും ഒരു ഫ്രാക്ഷനായി, ഇതും ഒരു ഫ്രാക്ഷനായി. അപ്പം ഇതിനെ ഒന്നുകൂടി ഒരു ഭംഗിയായിട്ട് നമുക്ക് എഴുതാം. ഞാനൊന്ന് ചെറുതാക്കിയിട്ടുണ്ട്. ഇത് 5x/1 മൈനസ് 3 ഇൻറ്റു എക്സ് 3x/2 ഈക്വൽ ടു, ഇതിനെയും നമുക്ക് ഇതുപോലൊരു ഫ്രാക്ഷൻ ആക്കാം. അപ്പം ഇത് മൈനസ് 14/1 മൈനസ് 7/2 എന്നെഴുതാം. ഇനി ഈ ഫ്രാക്ഷനെ നമുക്ക്, ഇങ്ങനെയുള്ള ചെറിയ ഫ്രാക്ഷനുകളെ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ സ്വീകരിക്കുന്ന ഒരു മാർഗമാണ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക എന്ന് പറയുന്നത്. അതായത് 2 കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യണം, 1 കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യണം, ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് താഴെയും എഴുതണം. ഞാൻ എഴുതി കാണിച്ചു തരാം, അപ്പോൾ ക്ലിയർ ആവും നിങ്ങൾക്ക്. നോക്കൂ, 2 ഇൻറ്റു 5x, 2 ഇൻറ്റു 5 എന്ന് പറഞ്ഞാൽ 10 ആണ്. 10x, ഇവിടെ ഒരു മൈനസ് ഉണ്ട്, മൈനസ് 1 ഇൻറ്റു 3x, 1 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ 3 തന്നെയാണ്, 3x ഡിവൈഡഡ് ബൈ, ഇവർ രണ്ടുപേരും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 ഇൻറ്റു 2 വെറും 2 ആകുന്നു, അത് താഴെയും എഴുതുന്നു. ഓക്കെ, ഒരിക്കൽ കൂടി പറഞ്ഞു തരാം. 2 കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു, 2 ഇൻറ്റു 5x, 2 ഇൻറ്റു 5 എന്ന് പറഞ്ഞാൽ 10 ആണ്, പിന്നെ എക്സ് 10x മൈനസ്, മൈനസൊക്കെ അതുപോലെ തന്നെ ഇടുക, 1 ഇൻറ്റു 3x, അപ്പം അത് 3x ആണ്, ഡിവൈഡഡ് ബൈ 1 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 2 ആണ്. ഇവിടെ നമുക്ക് ഇതിനെയും ഇതേമാതിരി നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ഇതുകൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഇതുകൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഇതും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് താഴെയും എഴുതുന്നു. ശ്രദ്ധിക്കുക, 2 ഇൻറ്റു മൈനസ് 14, ഇപ്പോൾ മൈനസ് 28 ആവുന്നു. 2 ഇൻറ്റു മൈനസ് 14, 2 ഇൻറ്റു 14 എന്ന് പറഞ്ഞാൽ 28 ആണ്, പക്ഷെ ഇവിടെ ഒരു മൈനസ് ഉണ്ട്, അപ്പോൾ അതും കൂടി എഴുതണം, മൈനസ് 28. പിന്നെ ഈ മൈനസ് 1 ഇൻറ്റു 7 എന്ന് പറഞ്ഞാൽ 7 ആണ്, ഡിവൈഡഡ് ബൈ 1 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 2 ആണ്. ഐ റിപ്പീറ്റ്, 2 ഇൻറ്റു മൈനസ് 14, 2 ഇൻറ്റു 14 എന്ന് പറഞ്ഞാൽ 28 ആണ്, ഈ മൈനസ് ഉള്ളതുകൊണ്ട് മൈനസും കൂടി അവിടെ ഇടുന്നു, മൈനസ് 1 ഇൻറ്റു 7, 7 ഡിവൈഡഡ് ബൈ 1 ഇൻറ്റു 2, 1 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 2. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കി ഇപ്പുറത്ത് ചെയ്യാം കേട്ടോ. അതിന് നമുക്ക് ഇവിടെ ഒരു വരയൊക്കെ വരക്കാം. ഓക്കെ, നോക്കുക കേട്ടോ, 10x മൈനസ് 3x. ഞാൻ എപ്പോഴും പറയുന്നത്, 10 ആപ്പിളിൽ നിന്ന് 3 ആപ്പിൾ കുറച്ചാൽ എത്ര? 10 ആപ്പിളിൽ നിന്ന് 3 ആപ്പിൾ കുറച്ചാൽ എത്ര ഉണ്ടാവും? 7 ആപ്പിൾ ഉണ്ടാവും. അതുപോലെ 10xൽ നിന്ന് 3x കുറച്ചാൽ 7x ഉണ്ടാകും, ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു, ഇവിടെ നോക്കൂ, ഇതും മൈനസ് ആണ്, ഇതും യഥാർത്ഥത്തിൽ മൈനസ് ആണ്. അപ്പം 2 മൈനസുകളാണെങ്കിൽ ജസ്റ്റ് ആഡ് ചെയ്യുക, ആ മൈനസ് സൈൻ ഇടുക, സെയിം സൈൻ ആഡ് ആൻഡ് കീപ്പ്, സെയിം സൈൻ ആഡ് ആൻഡ് കീപ്പ്. അപ്പോൾ ഇതും മൈനസ് 28 ആണ്, ഇത് മൈനസ് 7 ആണ്, അപ്പോൾ ഇത് രണ്ടും മൈനസ് ആണ്. അപ്പോൾ ഇത് തമ്മിൽ ആഡ് ചെയ്യുക, 28ഉം 7ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ 35 എന്ന് കിട്ടും. അപ്പോൾ രണ്ടും മൈനസ് ആയതുകൊണ്ട് ആഡ് ചെയ്യുമ്പോൾ മൈനസ് 35/2 എന്ന് കിട്ടും. എനിക്ക് കണ്ടുപിടിക്കേണ്ട വാല്യൂ എന്ന് പറഞ്ഞാൽ എക്സ് ആണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇനി ഇവിടെ എക്സിൻ്റെ കൂടെയുള്ള ആൾക്കാരെയൊക്കെ അങ്ങോട്ട് കൊണ്ടുപോകണം, എല്ലാവരെയും കൂടി ഒരുമിച്ച് കൊണ്ടുപോകണം, നമുക്ക് പാർട്ടായിട്ട് കൊണ്ടുപോകാം. അപ്പോൾ 7x എന്ന് എഴുതിയിട്ട് താഴെ എഴുതിയിരിക്കുന്ന ഡിവൈഡ് ചെയ്തിരിക്കുന്ന 2നെ നമുക്ക് അപ്പുറത്തേക്ക് കൊണ്ടുപോകാം, മൈനസ് 35/2ൻ്റെ അടുത്തേക്ക് ഈ 2 അങ്ങോട്ട് കൊണ്ടുപോകണേ. ഇവിടെ ഡിവൈഡ് ചെയ്തിരിക്കുന്ന 2 അവിടെ ചെല്ലുമ്പോൾ മുകളിലാകും, മൾട്ടിപ്ലിക്കേഷൻ ആകും. അപ്പം നമുക്കറിയാം ഇത് ഇങ്ങനെ നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ 7x ഈക്വൽ ടു മൈനസ് 35 എന്ന് കിട്ടുന്നു. ഇനി എനിക്ക് എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 7 അപ്പുറത്തേക്ക് കൊണ്ടുപോകണം, 7 ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത് കിടക്കണം, അവിടെ ചെല്ലുമ്പോൾ ഡിവൈഡഡ് ആകണം, താഴെ വരണം. ഓക്കെ, അപ്പോൾ ഇത് കട്ട് ചെയ്ത് പോകും, 7
5s are 35. അപ്പോൾ ഇതിൻ്റെ ആൻസർ എക്സ് ഈക്വൽ ടു -5 ആണ്. -5 എന്നുള്ളതാണ് ആൻസർ.